ദൈവത്തിന് സ്തുതി. പ്രഭാത കിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 1664. ഇന്ന് ജൂലൈ മാസം 21-ാം തീയതി. ഈ ആണ്ടിലെ 203-ാമത്തെ ദിവസത്തിലെത്തി. വീണ്ടും ഒരു ഞായർ ദിനമാണ്. മോശയ്ക്ക് ഒരു കാലത്ത് കൊട്ടാരവാസമുണ്ടായിരുന്നു, അല്ലേ? പക്ഷേ പതിയെ അതെല്ലാം അടിമത്തമായി തോന്നിത്തുടങ്ങുകയും ചെയ്തു. അടിമത്തച്ചങ്ങലയിൽ ബന്ധിതരായി നട്ടം തിരിയുന്ന സ്വന്തം ജനതയെ മോശ കണ്ടതുകൊണ്ടാണ്. മോശ അങ്ങനെ കണ്ടു തുടങ്ങി. ഇവരുടെ ഈ പാവം ജനതയുടെ നിലവിളിയും അനുഭവിക്കുന്ന ദുരിതങ്ങളും ദൈവം കാണുന്നില്ലേ എന്നും മോശയ്ക്ക് സംശയവും ആശങ്കയും ഉണ്ടായിട്ടുണ്ട്. കൊട്ടാരവാസം പതിയെ ഒരു അടിമത്തമായി അനുഭവപ്പെടുകയും ചെയ്തു. മോശ കണ്ണു തുറന്ന് ചുറ്റുപാടിലേക്കൊക്കെ നോക്കിയിട്ടുണ്ട്. ആ ജനതയുടെ നിലവിളിയും ദീർഘശ്വാസവും നെടുവീർപ്പുമൊക്കെ മോശയെ ഭാരപ്പെടുത്തി. അത്തരമൊരു പരിസര വീക്ഷണം ഏവർക്കും ആവശ്യമാണ് കേട്ടോ. എല്ലാവരും അവനവന് വേണ്ടി മാത്രം, അവനവനിൽ ഇങ്ങനെ കേന്ദ്രീകരിച്ച് മാത്രം ജീവിക്കുക. അതിനപ്പുറത്ത് അവനവന്റെ സ്വാർത്ഥതകൾക്ക് അപ്പുറത്ത് ഒന്നുമില്ല. എന്നാൽ മോശ തന്റെ ജനത നേരിടുന്ന ആ ദുരിതങ്ങളെ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ അതിന് സ്വയം ഒരു പരിഹാരം തേടി എന്നതാണ് മോശയുടെ ജീവിതത്തിലെ ഒരു വലിയ പരാജയം. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഭയപ്പാടോടെ പറയാല്ലേ. ഇങ്ങനെ സ്വയം അവനവനിൽ തന്നെ ആശ്രയിച്ച് ആ അവനവനിലുള്ള അമിത ആശ്രയം കൊണ്ട് ചില പരിഹാരങ്ങളൊക്കെ തേടുകയാണ്. ഒരു എബ്രായക്കാരനും മിസ്രൈമിനും തമ്മിൽ ശണ്ട കൂടുമ്പോൾ മോശ അവർക്കിടയിൽ വരികയാണ്. അങ്ങനെ മിസ്രൈമിനെ വകവരുത്തുകയാണ്, കൊന്നു കുഴിച്ചു മൂടുകയാണ്. അടുത്ത ദിവസമാവട്ടെ 2 എബ്രായ സഹോദരങ്ങൾ ഏറ്റുമുട്ടിയപ്പോ മോശ സ്വയം ഒരു മധ്യസ്ഥന്റെ റോളിലേക്ക് ഇടപെടുകയാണ്. അവർ മോശയുടെ നേരെ തിരിഞ്ഞു ചോദിക്കുകയാണ്, നിന്നെ ആരാണ് നേതാവാക്കിയത്? കഴിഞ്ഞ ദിവസം മിസ്രൈമിനെ നീ കൊന്നതുപോലെ ഞങ്ങളെ കൊല്ലാൻ വന്നിരിക്കുകയാണ്. അതോടുകൂടിയാണ് മോശ വല്ലാതെ ചൂളിപ്പോയത്. ശരിക്കും ഈ വിവരങ്ങാനും ഫറവോന്റെ സന്നദ്ധിയിലെത്തിയാല് തന്റെ നിലനിൽപ്പിന്റെ ആ അവസ്ഥ മോശ ആലോചിച്ചിട്ടുണ്ട്. അവിടുന്നാണ് മോശ പിന്നീട് രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുന്നത്. ഏതൊരു മനുഷ്യന്റെയും ജീവിതത്തില് ദൈവത്തെ കൂടി കൂട്ടുപിടിച്ചോണ്ടല്ലേ എന്തെങ്കിലുമൊക്കെ ഭാവി പദ്ധതികൾ ആസൂത്രണം ചെയ്യേണ്ടത്. ദൈവമല്ലേ നമ്മളെ ഓരോ ഇടങ്ങളിൽ എത്തിക്കുന്നത്. സ്വയം അവനവനിൽ തന്നെ അമിതമായി ആശ്രയിച്ച് അമിത ആത്മവിശ്വാസത്തിൽ മുമ്പോട്ട് പോകാതിരിക്കുന്നത് നല്ലതാണ്. മോശ അത് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പ്രാർത്ഥനയോടുകൂടി ആമേൻ.